വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇത്രയും വലിയ നെറ്റിയുള്ളവർക്ക് പറ്റിയ കുട്ടി 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 ഹാക്സ് ആൻഡ് ട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നെറ്റിയുള്ളത് മോശമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ അതങ്ങനെ വലിയ കാര്യമൊന്നും അല്ല. പക്ഷേ ചിലരുടെ ചോദ്യങ്ങളുണ്ട്, എന്താണ് മൊട്ടേച്ചി ആകുമോ, എന്ത് വലിയ നെറ്റിയാണ്, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, ഇതെന്താ മൈതാനമാണോ, കുറേ ചോദ്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നവർ ചോദിക്കും, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഹെയർ സ്റ്റൈൽ. പക്ഷെ നമ്മളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ നെറ്റി ഒന്നാമത് വലുതാണെങ്കിൽ അത് ചേരുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ആദ്യം സെലക്ട് ചെയ്യുന്നതാണ്. ഞാനും അതുപോലെയുള്ള ചോദ്യങ്ങൾ കേട്ടതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരോ ട്രിക്കും ഹാക്കൊക്കെ നോക്കി ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരിക്കലും വലിച്ച് ചീവാതിരിക്കുക. കാരണം നമ്മുടെ വലിയ നെറ്റി ആയതുകൊണ്ട് ഇങ്ങനെ വലിച്ച് ചീവുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ചീവുമ്പോൾ നെറ്റ് കണ്ടില്ലേ, അപ്പം നന്നായിട്ട് നമ്മുടെ നെറ്റ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ മാക്സിമം നമ്മൾ ഒഴിവാക്കി ചെയ്യേണ്ടത്. കാരണം ഒന്ന് ഹെയർ ഒന്ന് ലൂസാക്കി വിടുക, ഒട്ടിയിരിക്കാതിരിക്കുക, കുറച്ച് ഒന്ന് അങ്ങനെ വലിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഒട്ടിയല്ലേ ഇരിക്കുന്നത്, അങ്ങനെ ചെയ്യാതിരിക്കുക കൂടുതലും. അപ്പോൾ ഫസ്റ്റ് വലിച്ച് ചെയ്യാതിരിക്കുക, അതാണ് ആദ്യത്തെ ടിപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ട്രിക്ക്. അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും, അതായത് വലിയ നെറ്റിയുള്ളവരൊരിക്കലും നെറുകിടാതിരിക്കുക, അതായത് സെൻറ്റർ പോർഷനിലൂടെ ഡിവൈഡ് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നും കൂടി വലിയ നെറ്റിയായിട്ട് തോന്നും. പിന്നെ ഈ ഒരു ഭാഗത്ത് കൂടുതലും ആളുകൾക്ക് ഹെയർ കുറവായിരിക്കും. കൂടുതൽ ആളുകൾക്ക് അവിടെ ഇങ്ങനെ ഹെയർ കുറവായിരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കണ പോലെ ഇരിക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന്. കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ ചപ്പാത്തി തല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ ഈ നെറ്റ് എന്താണ്, എൻ്റെയൊക്കെ കണ്ടില്ലേ, 4 വിരൽ കഴിഞ്ഞ് 1 വിരലും കൂടി വെക്കാൻ പാകത്തിന് സ്ഥലമുണ്ട് നെറ്റിയിൽ. അപ്പോൾ ഇത് ഒന്നും കൂടി നമ്മുടെ നെറ്റ് വലുതാക്കി തോന്നിയുള്ള ഈ ഹെയർ സ്റ്റൈൽ. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ നെറുകയിട്ട് ഹെയർ എടുക്കാതിരിക്കുക, അതാണ് രണ്ടാമത്തെ ട്രിക്ക്. മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ മേക്കപ്പ്, അതായത് ഒരു ഫങ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. ഈ ഒരു പോർഷൻ ഇതിവിടെ അങ്ങനെ പല സ്ഥലത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നെറ്റിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നെറ്റിൽ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എടുത്തറിയും. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ നോക്കുക. കാരണം നമ്മൾ എടുത്തറിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സൊക്കെ എടുത്തറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തറിയുമ്പോൾ നമ്മുടെ നെറ്റ് വലുതായിട്ട് തോന്നുന്നല്ല, വലുതായിട്ട് തന്നെ തോന്നിയിരിക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ നെറ്റിയുള്ളവരാണെങ്കിൽ പിരികം കുറച്ച് തിക്കായിട്ട് പിരികെടുക്കാൻ ശ്രമിക്കുക. കാരണം തിന്നായിട്ട് എടുക്കും തോറും നമ്മുടെ നെറ്റ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും, പിന്നെ നന്നായിട്ട് വലിപ്പം തോന്നും. മേ ബി കുറച്ചൊന്ന് കട്ടിക്കെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പണ്ട് തൊട്ടേ നല്ല കട്ടിക്കെടുക്കുന്ന ആളാണ് പിരികം. കാരണം എൻ്റെ നെറ്റ് ഇത്ര വലുതാണ്. അപ്പോൾ എൻ്റെ നെറ്റിനെ കുറച്ചൊന്ന് കവർ ചെയ്യണം, ഞാൻ പിരികം വെച്ച് കവർ ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ കുറച്ച് നെറ്റിയുള്ളവരാണെങ്കിൽ അത് മാക്സിമം നല്ലൊരു കട്ടിയിലെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ ഇങ്ങനെ നമ്മൾ പൊക്കിയെടുക്കില്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കവർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നെറ്റിലോട്ട് പെട്ടെന്ന് നോട്ടം കിട്ടാതിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ പിരികം ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ട്രിക്കും കൂടി നിങ്ങൾ നോക്കുക. അപ്പോൾ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ വെക്കാറുണ്ടാവുമല്ലോ ഹെയർ വാഷ് ചെയ്യണതിന് മുമ്പ്. അപ്പോൾ ആ ഓയിൽ അത് വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കുക. കാരണം അത് മുടിയിൽ തന്നെ ഇരിക്കും തോറും നമുക്ക് വോളിയം ഇല്ലാത്തൊരു ഹെയർ ആണെങ്കിൽ മുടി കൂടുതലും പതിഞ്ഞിരിക്കാനാണ് സാധ്യത. അതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പതിഞ്ഞിങ്ങനെ ചപ്പാത്തി പോലെ ഇരിക്കും, ഭയങ്കര വൃത്തികേടായിരിക്കും ഉള്ള കാര്യമാണ്. അതായത് വോളിയമും ഇല്ല, പിന്നെ ഇങ്ങനെ വലിയൊരു ഫോർഹെഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയണത്, നമുക്ക് തന്നെ ആ ഒരു ചേരില്ലെന്നല്ല എനിക്ക് തോന്നാറില്ല കേട്ടോ. എനിക്കിപ്പോൾ ഹെയറിൽ എണ്ണ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ മുടിയൊക്കെ ഇവിടെ
എന്ത് രീതിയിലും മുടി ഇപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചപ്പാത്തി കണക്കി ഇങ്ങനെ പതിഞ്ഞിരിക്കും. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ തന്നെ, ഇപ്പോൾ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ നമ്മളൊക്കെ ഓയിലൊക്കെ ഇട്ട് കുഴപ്പമില്ല, ഓയിലിട്ടേക്കാം. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞ് ഒന്ന് മുടിനെ ഫ്രീ ആക്കി വിടുക. ഒന്ന് മെസ്സി ആയിട്ട് കിടക്കുമ്പോഴേക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അയൺ ചെയ്യുന്നവരായിരിക്കും. അയണിങ് ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്നവരായിരിക്കും, അത് കുറച്ചൊന്ന് ഒഴിവാക്കുക. കാരണം നമ്മൾ ഇവിടെ നിന്നേ സ്ട്രൈറ്റ് ചെയ്ത് വരുമ്പോൾ ഈ മുടി ഇതിങ്ങനെ ഇങ്ങനെ 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 പതിഞ്ഞ് കിടക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്ട്രൈറ്റ് ചെയ്യണം, ഇപ്പോൾ ചിലവരുടെ മുടി താഴേക്കൊക്കെ ഒട്ടും ഒരുമാതിരി എന്താ പറയുക പൂച്ചവാല, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ചകിരി പോലെയൊക്കെ കിടക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് മാത്രം, നിങ്ങൾ ഇവിടം തൊട്ട് താഴേക്ക് മാത്രം കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ സൈഡിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ബോൺസി ആയിട്ട് കിടക്കാൻ വേണ്ടി കിടന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് മാത്രം സ്ട്രെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയൺ ചെയ്താൽ നല്ലതായിരിക്കും. ഫ്ലാറ്റ് അയൺ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് ഇങ്ങനെ മുടി ഇങ്ങനെ ഒതുങ്ങിപ്പോവും നന്നായിട്ട്. ഒന്നാമത് നെറ്റി അത്രയും വലുതല്ലേ, അപ്പം മുടി ഇങ്ങനെ ഒതുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈഡ് യുവർ സെക്ഷൻ. അതായത് ഹെയർ ഇപ്പം ഞാൻ ഇട്ടേക്കുന്നുണ്ടല്ലേ, എനിക്ക് ഈ ഒരു സൈഡ് ഇടുമ്പോൾ എനിക്ക് ഓക്കെയാണ്. പക്ഷേ ഒരിക്കലും ഞാൻ നെറുകിടാറില്ല, എനിക്കിഷ്ടമേ അല്ല. കാരണം ഇതിങ്ങനെ കണ്ടില്ലേ പതിഞ്ഞ് കിടക്കുന്നു, പിന്നെ എൻ്റെ നെറ്റി അറിയുന്നു. നേരെ മറിച്ച് ഈ ഒരു സൈഡ് ഇടുമ്പോൾ കുറച്ചും കൂടി മുടി ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ പതിഞ്ഞിരിക്കണ ഫീൽ എനിക്കില്ല. ഈ ഒരു സൈഡ് ഇടുമ്പോൾ ഈ ഒരു ഭാഗം മുടി എനിക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ അത്ര കംഫർട്ടല്ല. എന്നാലും ഞാൻ ഇടാറുണ്ട് കേട്ടോ, രണ്ട് സൈഡും മാറി മാറി ഇടും. പക്ഷേ എനിക്ക് എപ്പോഴും ഇപ്പുറത്താണ് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഏതാണ് ചേരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സൈഡ് ഇടുമ്പോഴാണ് ഓക്കെ ആവുന്നത്, അതാദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം നമ്മളുടെ മുടി എങ്ങനെ ഇട്ടാലും ഇങ്ങനെ പതിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും 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 നമ്മുടെ നെറ്റി പ്രൊജക്റ്റ് ചെയ്യുള്ളൂ, നെറ്റിയുടെ വലിപ്പം കൂടുതലായിട്ട് തോന്നിക്കും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹെയർ ഒന്ന് ബോൺസി ആയിട്ട് ഇരിക്കണം. ഇങ്ങനെ പതിഞ്ഞ് നിൽക്കാത്ത സ്റ്റൈലിലുള്ള രീതിയിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ഹെയറിൽ ചെയ്യാം. അതായത് പതിഞ്ഞിരിക്കാതിരിക്കുക, ഹെയർ കൂടുതലൊന്ന് ഫ്രീ ആയിട്ട് വിടുക, മെസ്സി ആയിട്ട് ഇടുക. അപ്പോൾ കൂടുതലും നമ്മുടെ നെറ്റി ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ അടുത്തൊരു ട്രിക്കാണ്, നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ച് മെസ്സി ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് വോളിയമായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഹെയർ കട്ട് ചെയ്യുക. അത് കുറച്ചും കൂടി നിങ്ങളുടെ എന്താ പറയുക ഹെയർ ഇങ്ങനെ പതിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തിന്നായിട്ടുള്ള ഹെയറാണ്, വോളിയം ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ കട്ടാണ് നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴി. അപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും നമ്മുടെ ഹെയറിന് ഏതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം എന്താണെന്ന് ആദ്യം ഹെയർ കട്ട് ചെയ്യണതിന് മുമ്പ് അവരോട് പറയാം. അപ്പോൾ അവർ ഒരു വോളിയം ഹെയർ ആയിട്ട് തോന്നണം. അങ്ങനെയാണെങ്കിൽ അവർ അങ്ങനത്തെ ഒരു ഹെയർ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഹെയർ കട്ട് തന്നെ നമ്മൾ ആദ്യം മെസ്സി ആയിട്ടുള്ള ഹെയർ കട്ട്, അല്ലെങ്കിൽ വോളിയം ആയിട്ടുള്ള ഹെയർ കട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ കുട്ടി കുട്ടി ട്രിക്കാണ് കേട്ടോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഞാനിതൊക്കെ ഫോളോ ചെയ്താണ് എൻ്റെ നെറ്റിയൊക്കെ ഒന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.